Vision. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമായ നഗർ ടു നഗറിലേക്ക്. നഗർ ടു നഗർ എന്ന പ്രോഗ്രാമിലൂടെ ഒരുപാട് ചെറിയ ചെറിയ കൊച്ചു കലാകാരന്മാർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കാറുണ്ട്. അവരുടെ ആ കലാ വൈഭവത്തെ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. അത്തരത്തിൽ ഒരുപാട് കലാകാരന്മാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്തരമൊരു പെർഫോമൻസിലേക്ക് പോകാം. ആടാം പാടാം. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീല താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്റെ ഭാവന രസലവനത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി വർണ്ണ സുന്ദരമാം താലങ്ങളേന്തി വന്യപുഷ്പജാലം നിരയായി നിന്നെ വരവേൽക്കുവാനായി ഒരുങ്ങി നിന്നു. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീല താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. ചിന്തകൻ ദേവനന്ദനത്തിലെ പൂമരങ്ങൾ പൂത്തരാവിൽ നിന്റെ നർത്തനം കാണാനൊരുങ്ങി നിന്നെ കാത്തു നിന്നു ചാരി നീലാകാശവും താരകളും. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീല താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഹരിതഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമാ
ഹരിത ഭംഗി കളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി നാട്ടിലാകെ നടമാടിടുന്നിതാ പാട്ടുകാരികൾ ചോലകൾ. ഓ ശ്യാമകേര കേദാരമേ, ശ്യാമകേര കേദാരമേ, ശാന്തി നിലയമായി വെൽകനീ, ശാന്തി നിലയമായി വെൽകനീ, ശാന്തി നിലയമായി വെൽകനീ, ശാന്തി നിലയമായി വെൽകനീ. പീലി നീർത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ, പീലി നീർത്തി നടമാടിടുന്നു തൈത്തെങ്ങുകൾ കുളിർത്തെന്നലിൽ. കേളികൊട്ടിലുയരുന്നു കഥകളി കേളി ദേശാന്തരങ്ങളിൽ. ഓ സത്യധർമ്മ കേദാരമേ, സത്യധർമ്മ കേദാരമേ, സ്നേഹസദനമായി വെൽകനീ, സ്നേഹസദനമായി വെൽകനീ, സ്നേഹസദനമായി വെൽകനീ, സ്നേഹസദനമായി വെൽകനീ. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളിൽ കുറ്റവാളി മരണത്തിന് വിധേയനാകുമ്പോൾ ദൈവത്തിന്റെ ജോലി ചെയ്യുന്നവൻ ആരാച്ചാർ. കൊലക്കയറ് വീഴുന്നവൻ അപരാധിയോ നിരപരാധിയോ ആയിക്കൊള്ളട്ടെ, കൊല്ലേണ്ടവൻ ആരാച്ചാർ. എനിക്ക് ചുറ്റും ആത്മാക്കൾ, ഞാൻ തൂക്കിലേറ്റിയ നിരപരാധികളും അപരാധികളുമായവരുടെ ആത്മാക്കൾ. ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും കഴിയാതെ അവരെന്നെ വേട്ടയാടുന്നു. ആരെങ്കിലും കടന്നു വരും, വാതിലുകളും ജനലുകളും അടച്ചു പൂട്ടിയാലും അവർ വരും. അനന്തകോടി ദൈവങ്ങളെ, ഒന്നുറങ്ങാനെങ്കിലും എന്നെ ഒന്ന് അനുവദിക്ക്. ആദ്യമായി ഞാൻ ആരെയാണ് തൂക്കിലേറ്റിയത്? താങ്കളുടെ പേരിലുള്ള കുറ്റപത്രം വായിച്ചു കേട്ടല്ലോ. ബ്രിട്ടനെതിരെ താങ്കൾ നടത്തിയ കലാപം മാപ്പർഹിക്കാത്ത കുറ്റമാണ്. താങ്കൾക്കുള്ള ശിക്ഷ മരണമാണ്. മരണം വരെ തൂക്കിലേറ്റുക. ഈ തൂക്കുകാർ കഴുത്തിൽ മുറുകുമ്പോഴും കരയില്ല ഞാൻ. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നൊരു പോരാളിയാണ് ഞാൻ. ആത്മാഭിമാനത്തോടെ സാമ്രാജ്യത്തിന്റെ ഈ വിധിയെ, ഈ മരണത്തെ ഞാൻ സ്വീകരിക്കുന്നു. മടിക്കാതെ, കൈവിറക്കാതെ എന്റെ കഴുത്തിൽ കൊലക്കയറിടുക ആരാച്ചാർ. ഞാൻ തൂക്കിലേറ്റിയത് മുഴുവൻ നിരപരാധികളെ. ഈ സ്വതന്ത്ര ഭാരതത്തിലും തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട കുറ്റവാളികൾ മുഴുവൻ കാറ്റ് ജയിൽ മുറികളിൽ കഴിയുന്നു. വയ്യ, ഇനി ഒരു നിരപരാധിയെ കൂടെ തൂക്കിലേറ്റാൻ എനിക്ക് വയ്യ. സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. ആരാ? എന്താ വേണ്ടത്? ഞാൻ കുറെ ദൂരെ നാളെ തൂക്കിലേറ്റുന്ന ഹമീദിന്റെ ഉമ്മയാ. പേടിക്കണ്ട, ഇനി ഒരു നിരപരാധിയെ കൂടെ ഞാൻ തൂക്കിലേറ്റില്ല. ആരാച്ചാര് പണി ഞാൻ നിർത്തി. ഇങ്ങനെ പറയരുത്. എന്റെ മോനെ കൊല്ലണം. തൂക്കി കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ തുണ്ടം തുണ്ടമായി അരിഞ്ഞു കൊല്ലണം. അല്ലെങ്കിൽ തല കീഴെ കെട്ടി തൂക്കി അടിയിൽ തീയിട്ട് ചുട്ടു കൊല്ലണം. നിങ്ങളൊരമ്മയാണോ? ഒരമ്മയ്ക്ക് എങ്ങനെ ഇത്ര ക്രൂരയാകാൻ കഴിയും? അതെ, ഞാനൊരമ്മയാണ്. എല്ലാ അമ്മമാരുടെ വേദനയും ദുഃഖവും അറിയുന്ന ഒരമ്മ. അവൻ ചുട്ടുകൊന്ന ആയിരങ്ങളുടെ കണ്ണീരിന് പകരമാകില്ലേ ജീവിതം? എന്റെ മോനെ കൊല്ലണം, തൂക്കിക്കൊല്ലണം. ഈ കാല് ഞാൻ പിടിക്കാം. എന്റെ മോനെ എല്ലാം അവസാനമായ ഒരു അപരാധിയെ കൂടെ തൂക്കിലേറ്റി എന്ന സംതൃപ്തിയിൽ വേണം ആരാച്ചാർക്കു മരിക്കാൻ. ഞാൻ ഇതാ തൂക്കുകയറിന് തയ്യാറെടുക്കുന്നു.
കുറ്റവാളികളെ വെടിവെച്ച് കൊല്ലാനോ വിഷം കൊടുത്ത് കൊല്ലാനോ ഇന്ത്യ ശിക്ഷാ നിയമം അനുവദിക്കുന്നില്ല. ഇനി ആരാച്ചാർ ജോലി അപേക്ഷ വെച്ച് പുതിയ ആളെ തെരഞ്ഞെടുക്കും വരെ തൂക്കുമരണം ഉണ്ടാകില്ല. ആരാച്ചാരുടെ പരീക്ഷയ്ക്ക് വന്നവരോട് നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഭയം പാടില്ല. ഒരു മനുഷ്യനെ ജീവനോടെ തൂക്കിലേറ്റണം. തൂക്കിലേറ്റപ്പെടുന്നവൻ അപരാധിയോ നിരപരാധിയോ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഭാര്യയോ സ്വന്തം മകനായിരുന്നാൽ പോലും മടിക്കാതെ കൈവിറക്കാതെ തൂക്കിലേറ്റാൻ ധൈര്യമുള്ളവർ മുന്നോട്ട് വരിക. ഞാൻ തൂക്കിക്കൊല്ലാം എന്റെ മോനെ. അവന്റെ ശിക്ഷ നീട്ടിക്കൊണ്ട് പോകരുത് സാറുമാരെ. ഒരു മനുഷ്യമൃഗത്തിന് ജന്മം നൽകിയ അമ്മയാണ് പറയുന്നത്. ഞാൻ തൂക്കിലേറ്റാം. അവനെ പോലുള്ളവരെ ജീവിക്കാൻ അനുവദിച്ചാൽ ഒരുപാട് അമ്മമാരുടെ കണ്ണീര് വീണി മണ്ണ് കുതിരും. അതുണ്ടാകരുത്. നിങ്ങൾക്ക് ആർക്കും കഴിയില്ലെങ്കിൽ ഒരു പെണ്ണാരാച്ചാരുടെ വേഷമെടുത്തന്നെ എന്നെ അനുവദിക്ക്. ഞാൻ തൂക്കിലേറ്റാം. മടിക്കാതെ കൈവിറക്കാതെ ഞാൻ തൂക്കിലേറ്റാം. ഞാൻ തൂക്കിക്കൊല്ലാം എന്റെ മോനെ. ഞാൻ തൂക്കിലേറ്റാം. കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. അത് മനുഷ്യനീതി അല്ല, ദൈവനീതി. നന്ദി, നമസ്തേ.